നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. ഇന്നാണ് ബംഗാൾ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള അവസാന സമയം. ഇതിനു പിന്നാലെ തീയതി പ്രഖ്യാപിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. കേരളത്തിന് പുറമെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. വിഷു, വേനൽ എന്നിവ പരിഗണിച്ച് കേരളത്തിൽ ഏപ്രിൽ 15-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടന്നേക്കും. കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ ഇത്തവണ 5 ഘട്ടങ്ങളിലായിരിക്കും വോട്ടെടുപ്പ്. അസമിൽ 3 ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് താനല്ല, ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP-മാർ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തും. UDF സ്ഥാനാർത്ഥി പട്ടിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പുറത്തുവിടും. നിലവിലെ വൈകൽ സ്വാഭാവികമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ കാലതാമസമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഥാനാർത്ഥികളെ താമസിച്ചതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റ് താമസിച്ചതാണ്. തെരഞ്ഞെടുപ്പ് എപ്പോൾ അനൗൺസ് ചെയ്താലും അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവരും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം സെറ്റാണ്. കേരളവും സെറ്റാണ്, ഞങ്ങളും സെറ്റാണ്. അല്ല, അത്തരം കാര്യങ്ങൾ ഞാനല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലും അല്ല തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. MP-മാർ മത്സരിക്കണമോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. ആയിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF സർക്കാർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വെറും കബളിപ്പിക്കലാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷം എടുക്കാത്ത തീരുമാനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ക്യാബിനറ്റ് എടുത്തത്. ഇത് നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സർക്കാരിന് തന്നെ അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ 2 ആഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കാനാണ്. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് ആയതോടുകൂടിയാണ് 2-3 പേജ് പരസ്യം, ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ക്യാബിനറ്റ് തീരുമാനങ്ങൾ. കാരണം ഇതൊന്നും നടപ്പാക്കേണ്ടി വരില്ലെന്ന് അറിയാമല്ലോ. നാട്ടികയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉടൻ തീരുമാനമെടുക്കേണ്ടതുണ്ട്. RJD ഇതുവരെ UDFനെ സമീപിച്ചിട്ടില്ല. ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള തകർച്ചയാണ് CPM നേരിടുന്നത്. CPMൽ കൂട്ടാടിയും പ്രതിസന്ധിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു. ഗുണ്ടകൾ വിലസുകയാണ്. പോലീസ് ഭരണ സംവിധാനം നിഷ്ക്രിയമായതാണ് ഇതിന് കാരണം. മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിൽ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. മറ്റു പല പാർട്ടികളിലും അതില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ടുള്ള എതിർപ്പുണ്ടായ CPMലാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ CPMലാണ് ഇപ്പൊ കൂട്ടയടിയും പ്രതിസന്ധിയും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ CPM ഒരു വൻ തകർച്ചയെ നേരിടുകയാണ്. ഓരോ നേതാക്കന്മാർ പാർട്ടി വിടുകയാണ്. പ്രധാനപ്പെട്ട ആളുകൾ പാർട്ടി വിടുകയും പാർട്ടിക്കെതിരായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഗുണ്ടകളൊക്കെ നാട്ടിലിറങ്ങിയ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും തമ്മിലടിക്കുകയും വെട്ടിമരിക്കുകയും ഒക്കെ ചെയ്യുന്ന കേരളത്തിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ക്രമസമാധാന നില തന്നെ തകർന്നിരിക്കുകയാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഈ ഭരണത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരുമാണ്. ഇവരെ നിയന്ത്രിക്കാനോ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പോലീസില്ല. ഇതാണ് പോലീസ് ഭരണത്തിന്റെ ഗതികേട്. കൂറ്റനാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 25 പവൻ സ്വർണം നഷ്ടപ്പെട്ടു. തൊഴുക്കാട് സ്വദേശി PV സുധീറിന്റെ വീട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ക്ക് ശേഷമാണ് മോഷണം നടന്നത്. വൈകിട്ട് ആമക്കാവ് ക്ഷേത്രത്തിലേക്ക് പൂരം കാണുന്നതിനായി സുധീറും കുടുംബവും പോയിരുന്നു. ഇതിനിടെ സമീപത്ത് താമസിക്കുന്ന സുധീറിന്റെ അച്ഛനും അമ്മയും മകന്റെ വീടിന്റെ മുകളിൽ നിന്ന് രാത്രിയിലെ വെടിക്കെട്ട് കാണുന്നതിന് എത്തിയപ്പോഴാണ് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്നുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുൻവശത്തെ വാതിൽ തുറന്ന നിലയിലും മുറികളിലെ അലമാരകൾ വാരിവലിച്ചിട്ട നിലയിലുമായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 25 പവൻ സ്വർണം മോഷണം പോയതായി കണ്ടെത്തി. വിവരമറിഞ്ഞ് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നിയമക്കുരുക്ക് മറികടക്കാൻ അടിയന്തര നീക്കവുമായി AV ഗോപിനാഥ്.
വീണ്ടും ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് രാവിലെ 6 മണിക്ക് ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപായി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച അതിരാവിലെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 8-ന് AV ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നെങ്കിലും സാങ്കേതികമായ പിഴവുകൾ വലിയ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ കാലാവധി തീരുന്നതിനു മുൻപ് അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദം ഉയർന്നു. ഇതിനെതിരെ കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ K കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ തിടുക്കത്തിൽ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നിയമന ഉത്തരവിലെ പിഴവ് തിരുത്തി സർക്കാർ 11-ന് പുതിയ വിജ്ഞാപനം ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പുനർസത്യപ്രതിജ്ഞ നടന്നത്. അതേസമയം നേരത്തെ ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ MU ഷിനിജയ്ക്ക് ഇത് ബാധകമായില്ല. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. അതിനാൽ ഇവർക്ക് 2 വർഷം കാലാവധി ലഭിക്കും. നമ്മുടെ ഭരണസമിതി അംഗങ്ങളെല്ലാം തന്നെ വളരെ ആക്റ്റീവായി, ആരെങ്കിലും ഒരാളില്ലാത്ത ദിവസം ഗുരുവായൂരുണ്ടായിട്ടില്ല. പിന്നെ നിയമപരമായി അത് ശരിയായതുകൊണ്ട് ആ 4-ാം തീയതിക്ക് ശേഷമുള്ള ഇങ്ങനെ ഒരു നടപടിക്രമം ഉണ്ടായി പറ്റൂ. അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരമൊരു നിലപാട് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഓർഡർ ഇറക്കുകയും ഇന്ന് സത്യപ്രതിജ്ഞയോടുകൂടി അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പൊന്നിയൂർക്കുളം ആൽത്തറയിൽ ബസ് ഡ്രൈവറെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഓട്ടോ ഡ്രൈവർ പോലീസ് പിടിയിൽ. കുന്നംകുളത്തു നിന്ന് പൊന്നാനി കുണ്ടുകടവിലേക്ക് സർവീസ് നടത്തുന്ന വിജിത് ബസ്സിലെ ഡ്രൈവർ അയിരൂർ സ്വദേശി ബബീഷിനാണ് പരിക്കേറ്റത്. നെറ്റിയിൽ കുത്തേറ്റ ഇയാൾ പുന്നുക്കാവ് ശാന്തി ആശുപത്രിയിൽ ചികിത്സ തേടി. 3 തുന്നലുകളുണ്ട്. ഓട്ടോ ഡ്രൈവറായ കുമാരൻപടി സ്വദേശി മേത്തി വീട്ടിൽ ഇക്ബാലിനെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ചയായിരുന്നു സംഭവം നടന്നത്. സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി വടക്കേക്കാട് വെച്ച് തർക്കം നടക്കുകയും ഇതേ തുടർന്ന് ആൽത്തറയിൽ എത്തിയ ശേഷം ഓട്ടോ ബസ്സിന് കുറുകെ നിർത്തിയിടുകയായിരുന്നു. ഇതിനിടെ ഇവർ തമ്മിലുണ്ടായ തർക്കത്തിൽ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് ബബീഷിന്റെ നെറ്റിയിൽ കുത്തുകയായിരുന്നുവെന്ന് പറയുന്നു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, RJD ജില്ലാ സെക്രട്ടറി PL ഡൊമിനി, ISJD ജില്ലാ കമ്മിറ്റി അംഗം TD ജോസ്, TK കൃഷ്ണൻ, PS ജയൻ, PG സുബിദാസ് എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കര ശ്രീ വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് ഇന്ന് വൈകിട്ട് തുടക്കമാകും. മാർച്ച് 17 ചൊവ്വാഴ്ചയാണ് പൂരമഹോത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം 5:30-ന് കളമെഴുത്തുപാട്ട് ആചാര്യൻ കല്ലാറ്റു മണികണ്ഠക്കുറുപ്പ് കലാസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്രം പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിക്കും. രക്ഷാധികാരി വിശ്വംഭരൻ നമ്പിടിയാട്ടിൽ, മാതൃസമിതി ഭാരവാഹികളായ ശ്രീജിനി പറസറൻ, ജീന സുഭാഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് ഇഷാൻ കൃഷ്ണയുടെ കീബോർഡ് വാദനം, ചിലങ്ക നൃത്തവിദ്യാലയത്തിന്റെ നൃത്തങ്ങൾ, സാരസം ഗ്രൂപ്പിന്റെ കോൽക്കളി, തിരുവാതിരക്കളി, വീരനാട്യം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. പൂരദിവസമായ മാർച്ച് 17-ന് വൈകുന്നേരം 6 മണി മുതൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള 10ഓളം ആനപ്പൂരങ്ങൾ ക്ഷേത്രമുറ്റത്തെത്തും. സെന്റർ കമ്മിറ്റി കൊരട്ടിക്കര, യുവസംഘം, ഗാരിസൺസ്, റെഡ് സ്റ്റാർ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ ആനപ്പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിയ ശേഷം 7:40 മുതൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 7 മണിക്ക് ബ്രിഗേഡിയർ കലോത്സവ കമ്മിറ്റിയുടെ 31ാമത് കലോപഹാരമായി കൊച്ചിൻ ക്ലാസിക് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള അരങ്ങേറും. ആഘോഷങ്ങളുടെ ഭാഗമായി മേളപ്രമാണി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ
ക്ഷേത്രം അടിയന്തര മേളക്കാരൻ മണികണ്ഠൻ ആലിക്കര, രാജുമാരാർ, ക്ഷേത്രം ജീവനക്കാരി ലക്ഷ്മിയമ്മ, പഞ്ചായത്ത് മെമ്പർ ടി.എ. ശശി, മാധ്യമപ്രവർത്തകരായ രവീന്ദ്രനാഥ് കൂനത്ത്, ഹരി ഇല്ലത്ത് എന്നിവരെയും ധൂളിദള പുരസ്കാര ജേതാവ് ഗൗരീനന്ദൻ കുറുപ്പിനെയും ചടങ്ങിൽ ആദരിക്കും. മാർച്ച് 18 പുലർച്ചെ 2 മണിക്ക് ഗജവീരൻ മുള്ളത്ത് ഗണപതിയുടെ അകമ്പടിയോടെ വട്ടമാവ് വനിതാ കൂട്ടായ്മയുടെ താലം എഴുന്നള്ളിപ്പ് നടക്കും. പുലർച്ചെ 4 മണിക്ക് കളംപാട്ട് കൂറവലിക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും. മീനഭരണി നാളായ മാർച്ച് 22 ഞായറാഴ്ച ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് പൊങ്കാല സമർപ്പണവുമുണ്ടാകും. BJPയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ MLA NK അക്ബറിനെതിരെ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വടക്കേകാട് ശ്മശാനം പണി പൂർത്തീകരിച്ചിട്ടില്ല, CHC കെട്ടിടം തുറന്നുകൊടുത്തില്ല, റോഡുകളുടെ പണി പൂർത്തീകരണം, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല തുടങ്ങി വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. വടക്കേകാട് നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി ഉദ്ഘാടനം ചെയ്തു. ആൽത്തറ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. BJP പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ഹീര കൃഷ്ണദാസ്, ഷാജി തൃപ്പറ്റ്, KC രാജു, ശാന്തി സതീശൻ, സീന സുരേഷ്, മനീഷ് കുളങ്ങര, സുരേഷ് നടുവത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേകാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയമ്പറമ്പിൽ സ്വാഗതവും പൊന്നിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിനേശ് ഈച്ചിത്തറ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ബൈക്ക് റാലി നടത്തി. നാരായണം കുളങ്ങര ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നും ആരംഭിച്ച് ഇരിങ്ങപ്പുറം തൈക്കാട് മേഖലയിലൂടെ സഞ്ചരിച്ച് ഗുരുവായൂർ കിഴക്കേ നടയിൽ സമാപിച്ചു. VS നിനവ്, TM ജിനോഷ്, ജിഷ്ണു വിജയൻ, സുഭാഷ് മണ്ണാരത്ത് എന്നിവർ നേതൃത്വം നൽകി. KSU കുന്നംകുളം നിയോജക മണ്ഡലം സമ്മേളനം നടന്നു. നഗരസഭ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് ജഷീർ പള്ളിവയൽ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണാഭമായ വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. റാലി നഗരം ചുറ്റി സമ്മേളന നഗരിയായ ലൈബ്രറി ഹാളിൽ സമാപിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളർക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുഖ്യാതിഥിയായി. ഭാരവാഹികളായ ഗണേഷ് ആറ്റൂർ, സാരംഗ് തിരുവില്ലാമല, ഷിനാസ് കരിയന്നൂർ, അഹ്സാൻ ഷെയ്ഖ്, ജോയൽ അബ്രഹാം കൊണ്ടാഴി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 23ാം വാർഷികാഘോഷവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും നടന്നു. കേച്ചേരി വേലൂർ റോഡിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ വാർഷികാഘോഷവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. ചൂണ്ടൽ പഞ്ചായത്ത് അംഗം TO സെബി മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CV കുര്യാക്കോസ് വിശിഷ്ടാതിഥികളെ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷെയ്സീന ജിംഷാദ്, റസിയ അലി, ജസി ജോസഫ്, അനുഷ ഷാഫർ, സൊസൈറ്റി സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, സൊസൈറ്റി ഓഫീസ് സെക്രട്ടറി പത്മജ ബാലകൃഷ്ണൻ, കേരള കോൺഗ്രസ് കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി CT പോൾ, പീപ്പിൾസ് ജോയിന്റ് സെക്രട്ടറി സജന സലാം, അംഗം ജിൻഡോ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. മുൻ KPCC അംഗവും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന C അബൂബക്കറിന്റെ 1ാം ചരമ വാർഷിക ദിനം സംഘടിപ്പിച്ചു. വ്ളാങ്ങാട് ജുമേറ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അനുസ്മരണ സമിതി ചെയർമാൻ KD വീരമണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, KPCC മെമ്പർ PK അബൂബക്കർ ഹാജി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, DCC ഭാരവാഹികളായ CA ഗോപപ്രതാപൻ, അഡ്വക്കേറ്റ് TS അജിത്, KP ഉമർ, ഫൈസൽ ചാലിൽ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ P ഗോപാലൻ, ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിൽ ഇളനീരാട്ട വേല മഹോത്സവം ആഘോഷിച്ചു. കൈലാസനാഥനായ പരമശിവന്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലമാണ് മല്ലംകുഴി എന്നാണ് വിശ്വാസം. ശിവന്റെ കാട്ടാള രൂപമാണ് മല്ലൻകാവിലപ്പൻ എന്ന പേരിൽ കുടികൊള്ളുന്നത്. നാടിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് ഇളനീരാട്ടം നടത്തുന്നത്. ജാതിമത വേർതിരിവില്ലാതെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന മല്ലൻകാവ് മഹോത്സവത്തിന് നിരവധി പേരാണ് എത്തിച്ചേർന്നത്. രാവിലെ നടതുറപ്പഭിഷേകം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം,
തന്ത്രി പൂജ എന്നിവ നടന്നു. തുടർന്ന് ശരണമന്ത്രത്തോടെ ഇളനീർ അഭിഷേകം നടന്നു. തന്ത്രി താമറ്റൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൈതക്കോട്ടു മനയ്ക്കൽ നാരായണൻ ഭട്ടതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരായി. സുധീഷ് പൊയ്ലി കടങ്ങോടിൻ്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും വിവിധ സംഘങ്ങളുടെ വീരനാട്യവും മല്ലൻകുഴി നാട്ടുകൂട്ടത്തിൻ്റെ കരിങ്കാളിപ്പടയുമുണ്ടായിരുന്നു. എല്ലാ ഭക്തർക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. ട്രസ്റ്റി പുതൂർ ബാലകൃഷ്ണൻ, പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി ശശി പ്ലാച്ചേരി, ട്രഷറർ OA സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ലോഡ്ജ് ഓണേഴ്സ് അസോസിയേഷൻ, റോട്ടറി ക്ലബ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് സംഗമം നടത്തിയത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഗുരുവായൂർ ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അലി ഷിഹാബുദ്ദീൻ സാദി റമദാൻ സന്ദേശം നൽകി. മമിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, P ഗോപാലകൃഷ്ണൻ നായർ, മോഹനകൃഷ്ണൻ ഓട്ടത്ത്, VS സുനീവ് തുടങ്ങിയവർ സംസാരിച്ചു. ചരമം. നേവൽ ബേസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ കുന്നംകുളം ചിറളയം താഴത്തങ്ങാടി ചെറുവത്തൂർ ചാക്കോയുടെ ഭാര്യ പഴഞ്ഞി കൂത്തൂർ ലീല ചാക്കോ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ നടത്തും. ജോയ്, ജയ, ജിമ്മി, ജിജി എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ആനക്കല്ല് മേനോത്ത് പത്മനാഭൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. പരേതയായ പത്മാവതി ഭാര്യയാണ്. പരേതനായ വിജയൻ, ശാന്ത, സജിത എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.